ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSCB ഗൈഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോപ്പറേറ്റീവ് ലോയിൽ ചാപ്റ്റർ 3 ആണ്. അതായത് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എങ്ങനെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാം, അതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളും അതുപോലെ അവരുടെ റൈറ്റ്സും ലയബിലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചാപ്റ്റർ 3 പറയുന്നത്. അതായത് സെക്ഷൻ 16 മുതൽ 26 വരെയും റൂൾ 16 മുതൽ 26 വരെയാണ് ചാപ്റ്റർ 3 പറയുന്നത്. അപ്പം നമുക്ക് ഓരോ സെക്ഷൻസ് ആയിട്ട് നോക്കാം. സെക്ഷൻ 16, ഹൂ ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആർക്കാണ് മെമ്പർ ആവാൻ പറ്റുന്നത്? ഇപ്പോൾ എങ്ങനെയുള്ള ആൾക്കാർക്കാണ് മെമ്പർ ആകാൻ പറ്റുന്നത്, എങ്ങനെയുള്ള ആൾക്കാർക്ക് മെമ്പർ ആകാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് നിയമങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി സെക്ഷൻ 16(1) സബ്സെക്ഷൻ 1A പറയുന്നത് എന്താണ്? ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്കാകാം. അതുപോലെ എനി അതർ സൊസൈറ്റി, വേറെ ഏതെങ്കിലും ഒരു സൊസൈറ്റി, ഇതുപോലെ നമുക്ക് സെയിം ആയിട്ട് വരുന്ന ഏതെങ്കിലും സൊസൈറ്റികൾക്ക്. അതുപോലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനും നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൊരു മെമ്പറാകാം. അതുപോലെ ഗവൺമെൻറ്റിനും മെമ്പറാകാം. ഇനി അതുമല്ല, ഇനി ബോഡി ആസ് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബോഡിക്ക് എന്ത് ചെയ്യാം? മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ ഇതിന് കുറച്ച് ക്വാളിഫിക്കേഷൻ കൂടി നമ്മൾ നോക്കണം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, എ പേഴ്സൺ ഹൂ അറ്റൈൻ ദ ഏജ് ഓഫ് 18, നോ ഏജ് ലിമിറ്റ് ഫോർ സ്കൂൾ, കോളേജ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പം ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരാൾക്കാവാൻ പറ്റില്ല. അയാൾക്ക് എന്താണ്, ഒരു 18 വയസ്സ് ഉണ്ടായിരിക്കണം. അതായത് 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റൂ. പക്ഷേ ഏജ് ലിമിറ്റ്, ഈ 18 എന്നുള്ള ഏജ് ലിമിറ്റ് ബാധകമല്ലാത്ത കുറച്ച് കാര്യങ്ങളൂടെയുണ്ട്. അതായത് സ്കൂൾ, കോളേജ്, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വരികയാണെങ്കിൽ അപ്പം സ്കൂളിലൊക്കെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരിക്കുമല്ലോ, അല്ലെങ്കിൽ കോളേജിലൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അവിടെ 18 വയസ്സ് നിർബന്ധമല്ല. അതൊഴിച്ചിട്ടുള്ള ബാക്കി ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ബേസായിട്ട് വേണ്ടൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തികയാന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി ഓഫ് സൗണ്ട് മൈൻഡ്, അതായത് നമുക്കൊരു കാര്യബോധമൊക്കെ ഉള്ള, അതായത് ഔട്ട് ഓഫ് മൈൻഡ് അല്ലാത്ത ഒരാളായിരിക്കണം. പിന്നെ നോട്ട് ബി ആൻ ഇൻസോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ പാപ്പരല്ലാത്ത ഒരാളായിരിക്കണം. അതായത് നമ്മൾ അപ്രൂവ് ചെയ്തൊരു ഇൻസോൾവെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല. അതുപോലെ നോട്ട് ബി ലുണാറ്റിക് മീൻസ് ഈ ഭ്രാന്തൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒരാൾക്കും മെമ്പർഷിപ്പ് നമ്മൾ കൊടുക്കില്ല. അതുകൂടാതെ എ റെസിഡൻറ്റ് ഇൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ, അതായത് നമ്മുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ വരുന്നതായിരിക്കണം അയാളുടെ റെസിഡൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഏരിയ ഓഫ് ഓപ്പറേഷന് പുറത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? മെമ്പർഷിപ്പ് കൊടുക്കത്തില്ല. ഇനി നമുക്ക് 1-2 കണ്ടീഷൻസ് കൂടി ഉണ്ട്. അതായത് ആഫ്റ്റർ 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പൾഷൻ. അപ്പം എക്സ്പൾഷൻ മീൻസ് ഇപ്പോൾ ഓൾറെഡി ഒരു മെമ്പർ ആയിരുന്ന ഒരാളെ നമ്മൾ എന്തെങ്കിലും കാരണത്തല്ലേ, ഇപ്പോൾ എക്സ്പൾഷൻ അത് സെക്ഷനൊക്കെ വരുമ്പോൾ അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അങ്ങനെ എക്സ്പെല് ചെയ്തൊരു മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ആ എക്സ്പെല് ചെയ്ത് അതിന് ശേഷം 1 ഇയർ കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റും. ഇനി പറയുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 3 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് സർചാർജ്. ഇപ്പോൾ ഒരു മെമ്പറിനെ നമ്മൾ സർചാർജിലൂടെ പുറത്താക്കിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം ആ സർചാർജിന് ശേഷം 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു മെമ്പർഷിപ്പ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എക്സ്പൾഷൻ ആണെന്നുണ്ടെങ്കിൽ 1 ഇയറും സർചാർജ് ആണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 3 ഇയേഴ്സുമാണ്. ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഈ എക്സ്പൾഷനും സർചാർജും കാര്യങ്ങളൊക്കെ. അപ്പം ഇത്രയാണ് നമുക്കൊരു മെമ്പർഷിപ്പ് എടുക്കാനുള്ള ബേസിക് കാര്യങ്ങൾ. അതായത് വയസ്സ് എത്ര വേണം, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് റൂൾസ് നോക്കാം. അപ്പോൾ നമ്മൾ സെക്ഷൻ 16 മെമ്പർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ സെക്ഷൻ 16 റൂൾ 16 മെമ്പർഷിപ്പിനെ കുറിച്ച് വരുന്നത്. അപ്പോൾ അതിൽ റൂൾ 16 എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ടു ബി കമ്പൈൽ വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ്. ഒരു മെമ്പർഷിപ്പ് എടുക്കാനുള്ള കുറേ കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് റൂൾ 16 അതുപോലെ റൂൾ 16A പറയുന്നത് ഐഡൻറ്റിറ്റി കാർഡ്. നമുക്ക് ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതാണ് ഏത്? റൂൾ 16A. ഇനി റൂൾ 16B ഐഡൻറ്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ്. നമുക്ക് ഐഡൻറ്റിറ്റി കാർഡിന് റിക്വസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നത് റൂൾ 16B. ഇനി റൂൾ 16C ഇഷ്യൂ ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ്. അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് മിസ്സായി പോയാൽ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റും ID കാർഡ് എടുക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതാണ് റൂൾ 16C. അതുപോലെ റൂൾ 16D നമുക്ക് എന്താണ്? അപ്പീൽ കൊടുക്കാം. ID കാർഡ് കിട്ടിയില്ല, അങ്ങനെയുള്ള ഇഷ്യൂസ് നമുക്ക് ഇഷ്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ
അതിനെതിരായിട്ടുള്ള അപ്പീലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് റൂൾ 16D. അപ്പോൾ ഇത്രയും റൂൾസും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂളിൻ്റെ ഒരു ഭാഗമാണിത്. ഇനി റൂൾ 18, അതായത് റൂൾ 18 എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ഫോർ ദ എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. ഒരു മെമ്പറിനെ എങ്ങനെ എക്സ്പെൽ ചെയ്യണമെന്നുള്ള പ്രൊസീജിയർ, എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതാണ് റൂൾ 18. ഇനി റൂൾ 19 എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് ആണ്. നമുക്കറിയാമല്ലോ വോട്ടിംഗ് എങ്ങനെയായിരിക്കും, ഒരാൾ തന്നെ ഡയറക്റ്റ് വന്ന് വോട്ട് ചെയ്യണം ആ മെമ്പർ, അല്ലാതെ നമുക്ക് പ്രോക്സി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ അതറിയാവുന്നതാണല്ലോ. ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എ ഡിസിഷൻ ഓൺ ആൻ ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഷാൽ ബി ടേക്കൺ വിത്തിൻ 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. അതായത് ഒരു ആപ്ലിക്കേഷൻ, മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ കിട്ടുന്നത് എന്നാണോ, അത് എന്ന് റിസീവ് ചെയ്തോ അന്ന് മുതൽ 2 മാസത്തിനകത്ത് ആ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഡിസിഷൻ എന്ത് ചെയ്യണം, എടുത്തിരിക്കണമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 17 ആണ്. ഇതിനകത്താണ് നമുക്ക് എക്സ്പെൽഷനെ കുറിച്ച് പറയുന്നത്. അതായത് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് ആക്റ്റഡ് അഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. അപ്പം ഈ എക്സ്പെൽ ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിക്ക് കുറച്ച് ഒബ്ജക്ട്സ് ഉണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട്, അപ്പോൾ അവർക്ക് ഫേവറബിളായിട്ടുള്ള രീതിയിൽ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് മോട്ടീവ് അല്ലാതെ നമുക്കറിയാമല്ലോ ഒരു അതിൻ്റെ ഒബ്ജക്റ്റ്, അപ്പോൾ അതിനെതിരായിട്ട് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയുടെ ബൈലോയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അയാളെ എക്സ്പെൽ ചെയ്യാം ഒരു റീസൺ. അപ്പോൾ അതുപോലെ ഗീവ് ദ ചാൻസ് ടു എക്സ്പ്ലെയിൻ ദ റീസൺ, അയാൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ചാൻസ് നമ്മൾ എന്തായാലും കൊടുക്കും. അടുത്തൊരു റീസൺ എന്ന് വെച്ചാൽ ബട്ട് റിമൂവൽ മീൻസ് എ മെമ്പർ ഈസ് ചേഞ്ച് ഈസ് ലൊക്കാലിറ്റി. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റി ആ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ തന്നെ ആയിരിക്കണമെന്ന്. അപ്പോൾ അയാളുടെ ലൊക്കാലിറ്റി ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഏരിയ ഓഫ് ഓപ്പറേഷനിന് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മെമ്പർഷിപ്പ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതുപോലെ and a member is expelled through special general body and 2/3 members present and voting. അപ്പോൾ ഒരു മെമ്പറിനെ എക്സ്പെൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടി അതിൽ 2/3 മെമ്പേഴ്സ് പങ്കെടുത്ത് അവർ വോട്ട് ചെയ്യുകയാണ് ഇയാളെ എക്സ്പെൽ ചെയ്യണമെന്നും 2/3 മെമ്പേഴ്സും ഒരുപോലെ പറയുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആ മെമ്പറിനെ നമുക്ക് എക്സ്പെൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുകൂടാതെ എ കോപ്പി ഓഫ് റെസൊല്യൂഷൻ ഓഫ് ഹിസ് എക്സ്പെൽഷൻ ഗിവൺ ടു ഹിം വിത്തിൻ 15 days. ഇപ്പോൾ ഈ ജനറൽ ബോഡി കൂടി 2/3 മെമ്പേഴ്സ് പ്രസൻറ്റ് ചെയ്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസൊല്യൂഷൻ, അയാളെ എക്സ്പെൽ ചെയ്യുന്നുള്ള ഒരു റെസൊല്യൂഷൻ, ആ റെസൊല്യൂഷൻ എന്നാണോ പാസ്സാക്കി അന്ന് മുതൽ 15 ദിവസത്തിനകം എന്ത് ചെയ്യണം, അയാളെ അറിയിക്കണം. ആൾസോ ഹിസ് ഷെയർസ് എമൗണ്ട് മേ ബി ഫോർഫീറ്റഡ്, അതായത് അയാളുടെ ഷെയർ എമൗണ്ട് എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കത്തില്ല. അത് കാരണം എന്താണ്, ഇങ്ങനൊരു റീസൺ കാരണം നമ്മൾ എക്സ്പെൽ ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ എമൗണ്ട് ഫോർഫീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 18 ആണ്, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. അപ്പം നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് സെക്ഷൻ 18 പറയുന്നത്. അപ്പം നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിനെ നമുക്ക് മറ്റൊരു പേര് വിളിക്കാം, എന്താണ്, C ക്ലാസ് മെമ്പർഷിപ്പ്. അതായത് A ക്ലാസ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ്, അതുപോലെ B ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗവൺമെൻറ് വരും. അപ്പം അതിന് താഴെ വരുന്നതാണ് എന്ത്, C ക്ലാസ് മെമ്പേഴ്സ്. അവരാണ് എന്ത്, നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പേഴ്സ്. അപ്പോൾ അവർക്കുള്ള റൈറ്റ്സും കാര്യങ്ങളും മറ്റുള്ള മെമ്പേഴ്സിനെ പോലെ ഉണ്ടാവത്തില്ല. അതായത് അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവത്തില്ല. A ക്ലാസ് മെമ്പേഴ്സിന് കിട്ടുന്ന പോലെ വോട്ടിംഗ് റൈറ്റും അതുപോലെ A ക്ലാസ് മെമ്പേഴ്സിന് കിട്ടുന്ന പ്രിവിലേജോ കാര്യങ്ങളോ ഒന്നും എന്തില്ല, C ക്ലാസ് മെമ്പേഴ്സിന് അല്ലെങ്കിൽ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിന് കൊടുക്കില്ല. ഈ C ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് ഈ ഗോൾഡ് ലോണൊക്കെ എടുക്കാൻ വരുമല്ലോ ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ള സ്പെഷ്യൽ പർപ്പസസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ C ക്ലാസ് മെമ്പർഷിപ്പ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വോട്ടിംഗ് റൈറ്റും അല്ലെങ്കിൽ A ക്ലാസ്സുകാർക്ക് കിട്ടുന്നുള്ള പ്രിവിലേജോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കാത്തത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 19, മെമ്പേഴ്സ് നോട്ട് ടു എക്സസൈസ് ഹീസ് റൈറ്റ് അൻറ്റിൽ ദ ഡ്യൂ പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു മെമ്പർക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് ഡ്യൂ ആയിട്ട് കിടക്കുകയാണ്, അവരത് പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് ഓൾറെഡി എന്തെങ്കിലും റൈറ്റ്സ് ഉണ്ടായി, ഇപ്പോൾ A ക്ലാസ് മെമ്പർ ആണെങ്കിൽ കൂടിയും അവർ ഈ ഡ്യൂ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആ റൈറ്റ്സോ പ്രിവിലേജോ കാര്യങ്ങളോ കൊടുക്കില്ല. അതെങ്ങനെയുള്ള കേസുകളാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യുക, ലോൺ എടുത്തിട്ട് അയാൾ കുടിശ്ശിക വരുത്തുകയാണ്, അപ്പോൾ ആ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടല്ലോ, അങ്ങനെ വരുന്ന കേസുകളിലും അതുപോലെ
വേറെ ഏതെങ്കിലും മെമ്പർക്ക് ഷുവർട്ടി നിൽക്കുകയാണ്, അതായത് ജാമ്യം നിൽക്കുകയോ അങ്ങനെയൊക്കെയുള്ള വരുന്ന കേസുകളിൽ എന്ത് ചെയ്യും, ഈ നമ്മൾ ജാമ്യം നിന്നു പക്ഷെ ആ എടുത്ത ആൾ എന്ത് ചെയ്തില്ല, ആ പേയ്മെൻറ്റ് തിരിച്ചടച്ചില്ല. അപ്പം ജാമ്യം നിൽക്കുന്ന ആൾക്കായിരിക്കുമല്ലോ അത് കൊടുക്കാനുള്ള ബാധ്യത വരുന്നത്. അങ്ങനെയാണല്ലോ ജാമ്യം നിൽക്കുന്നത്. അപ്പോൾ ആ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ റൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും അവിടെ കിട്ടില്ല. അതുപോലെ ഇപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡ്യൂ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡയറക്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള എലക്ഷനോ എന്തെങ്കിലും സെലക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഈ കാര്യങ്ങളൊക്കെ സ്ക്രൂട്ടണി ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ അത് നമ്മുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യാം, ഇത് ബാധിക്കാം. അപ്പം ഈ മെമ്പേഴ്സ് എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാണ് സെക്ഷൻ 90 പറയുന്നത്. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 19 സബ്സെക്ഷൻ ബി ആണ്. റൈറ്റ് ഓഫ് മെമ്പേഴ്സ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പോലെ സെക്ഷൻ 19 ബിയിൽ എന്താണ്, റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ. നമുക്കൊരു വിവരം കിട്ടാനുള്ള, അതായത് നമ്മുടെ ഓഫീസിനെ റിലേറ്റ് ചെയ്ത് നമ്മുടെ സൊസൈറ്റിയെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാനുള്ള റൈറ്റ്സിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 19 സബ്സെക്ഷൻ ബിയിൽ. അപ്പോൾ ഈ സെക്ഷനിലൂടെ ഒരു മെമ്പർക്ക് കിട്ടുന്ന റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മെമ്പർ ക്യാൻ ഇൻസ്പെക്ട് ദ സൊസൈറ്റി അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പോൾ ഈ സൊസൈറ്റിയെക്കുറിച്ച് ഇൻസ്പെക്റ്റ് ചെയ്യാൻ, അപ്പം അതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ, അപ്പോൾ ഒരു മെമ്പർക്ക് എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വിവരാവകാശത്തിന് എമൗണ്ട്, ഒരു ക്യാഷ് എമൗണ്ട്, ചെറിയൊരു എമൗണ്ട് കൊടുക്കണമല്ലോ. അങ്ങനെ കൊടുക്കാതെ ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ എന്ത് ചെയ്യാം, ഈ മെമ്പർക്ക് ഇതിനെക്കുറിച്ച് ഇൻസ്പെക്റ്റ് ചെയ്യാം. ഇനി അടുത്തൊരു പോയിൻ്റ്, റൈറ്റ് ടു ഗെറ്റ് അപ് ടു ഡേറ്റ് ഓഫ് കേസസ് ആക്ട് 1969 ആൻഡ് കേസസ് റൂൾസ് ആൻഡ് ബൈലാസ്. അതായത് നമ്മുടെ ലോസോ കാര്യങ്ങൾ ബൈലോ ഒക്കെ അമെൻഡ് ചെയ്യുകയാണ്, അപ്പോൾ അല്ലെങ്കിൽ ആക്റ്റൊക്കെ പുതിയതായിട്ട് വരികയും എന്തെങ്കിലും അമെൻഡ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള അവകാശവും എന്തുണ്ട്, ഒരു മെമ്പർക്കുണ്ട്. ഇനി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. അപ്പം മെമ്പേഴ്സിൻ്റെ രജിസ്റ്റർ നോക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, ഒരു മെമ്പർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റ്. അപ്പം പ്രീവിയസ് ഇപ്പോൾ ഒരു ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ ആവശ്യപ്പെടുന്നത്, അപ്പോൾ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യാം, ഒരു സൊസൈറ്റിയിലെ മെമ്പർക്ക് നോക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഓൺ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ഹിസ് ട്രാൻസാക്ഷൻ. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മാത്രം, അതായത് മറ്റുള്ള മെമ്പേഴ്സിൻ്റെ ട്രാൻസാക്ഷൻസ് അവരെന്താണ്, അവരുടെ അക്കൗണ്ടിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് നോക്കാൻ ഈ ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് സാധിക്കത്തില്ല. നെക്സ്റ്റ് സെക്ഷൻ 20. സെക്ഷൻ 20 എന്താണ് പറയുന്നത്, വോട്ട്സ് ഓഫ് മെമ്പേഴ്സ്. എങ്ങനെയാണ് ഒരു മെമ്പർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നതെന്നും. ഓൺലി 1 വോട്ട് ഫോർ മെമ്പേഴ്സ്. ഒരു മെമ്പർക്ക് ഒരു വോട്ട് മാത്രമേ നമുക്ക് അലൗഡ് ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഇന്ത്യയിൽ എന്താണ്, ഒരു വ്യക്തിക്ക് ഒരു വോട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എ മെമ്പർ അഡ്മിറ്റഡ് 60 days prior to the date of election shall not have vote. അതായത് ഒരു വ്യക്തിയെ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുന്നു, അയാൾ ഇലക്ഷന് 60 ദിവസം മുന്നേ മാത്രമാണ് മെമ്പർഷിപ്പ് എടുത്തതെന്നുണ്ടെങ്കിൽ, അപ്പോൾ 60 ദിവസത്തെ ഇതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. നോ വോട്ട് ഫോർ സി ക്ലാസ് മെമ്പേഴ്സ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സി ക്ലാസ് മെമ്പേഴ്സിന് എന്ത് ചെയ്യില്ല, വോട്ടിംഗ് റൈറ്റ്സ് നമ്മൾ കൊടുക്കുന്നില്ല. അതുപോലെ നമുക്ക് എന്ത് ചെയ്യില്ല, പ്രോക്സീസ് നോട്ട് അലൗഡ്. അതായത് ഒരാൾക്ക് പകരം വേറൊരാൾ വന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, വോട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഗവൺമെൻറ് നോമിനീസിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, പക്ഷെ അവർക്ക് ആ ഇലക്ഷന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് അതിൽ ഇലക്ഷന് നിൽക്കാൻ പറ്റില്ല, പക്ഷേ ഓഫീസ് ബിയേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിന് അവർക്ക് വോട്ട് ചെയ്യാം. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉള്ളത് എന്താണ്, ഡിസിഷൻ മേക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം. അല്ലാതെ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുന്നതിനോ ഒന്നും എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇനി സെക്ഷൻ 20 സബ്സെക്ഷൻ ഇയിൽ പറയുന്നതാണ് കാസ്റ്റിംഗ് വോട്ട്. അതായത് ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നു, അതിൽ വോട്ടിംഗ് ചെയ്ത് റിസൾട്ട് വരുന്ന സമയത്ത് നോക്കുമ്പം എന്താണ്, 2 പേർക്കും തുല്യ വോട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എക്സ്ട്രാ ഒരു വോട്ട് നമുക്ക് വേണമല്ലോ, ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയർമാനെ ഒരു വോട്ട് ചെയ്യാം. അതാണ് കാസ്റ്റിംഗ് വോട്ട് വരുന്നത്. ഇറ്റ്സ് എ സെക്കൻഡ് വോട്ട്. അതപ്പം ആ ചെയർമാൻ ഓൾറെഡി ഇപ്പം വോട്ട് ചെയ്തിട്ടുണ്ടാവും, എന്നാലും ചെയർമാൻ എന്ത് ചെയ്യാം, ഒന്നും കൂടി വോട്ട് ചെയ്യാം. അപ്പോൾ ആർക്കാണോ കൂടുതൽ വരുന്നത്, ഒരു നമ്പർ വരുന്ന ആൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഇലക്ഷന് സെലക്ട് ചെയ്യുന്നത്. അതാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. കൂടുതലും ചെയർമാനാണ് ചെയ്യുന്നത്. അടുത്തത് സെക്ഷൻ 21
മാനർ ഓഫ് എക്സസൈസിങ് വോട്ട്, അതായത് എങ്ങനെയാണ് വോട്ട് ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞു പ്രോക്സി ഈസ് നോട്ട് അലൗഡ്. അതായത് ഇപ്പോൾ അയാൾക്കൊരു വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ തന്നെ വന്ന് എന്ത് ചെയ്യണം, ആ വോട്ട് രേഖപ്പെടുത്തണം. അല്ലാതെ അയാൾക്ക് പകരം വേറൊരാളെ പറഞ്ഞു വിട്ടിട്ട് വോട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് അലൗഡ് അല്ല. ഇനി എ മെമ്പർ ഹാവ് ടു എക്സസൈസ് ഹിസ് വോട്ട് ഇൻ പേഴ്സൺ, അതായത് ആ വ്യക്തി തന്നെ വന്നിട്ട് എന്ത് ചെയ്യണം, വോട്ട് ചെയ്യണം. അല്ലാതെ നമുക്ക് വേറൊരാളെ ഏർപ്പെടുത്താനുള്ള ഒരു റൂളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അലൗഡ് അല്ല. അതാണ് സെക്ഷൻ 21 പറയുന്നത്. അടുത്തത് സെക്ഷൻ 22, റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയർസ്. നമുക്ക് ഒരാൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഷെയർസ് എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1/5 അല്ലെങ്കിൽ 20% ഓഫ് ഷെയർസ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഗവൺമെൻറ്. അപ്പം ഒരു മെമ്പർ, സാധാരണ ഒരു എ ക്ലാസ് മെമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, 1/5 ഓഫ് അല്ലെങ്കിൽ എത്രയാണോ നമ്മുടെ ഷെയർ അതിൻ്റെ 20%, അതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആ ഷെയർ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു കേസ് നമ്മുടെ ഗവൺമെൻറ്റിന് ആപ്ലിക്കബിൾ അല്ല. അതായത് 1/5 കൂടുതൽ അല്ലെങ്കിൽ 20% കൂടുതലോ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, ഷെയർസ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ നോർമൽ ഒരു മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് ലിമിറ്റഡ് ലയബിലിറ്റിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിനനുസരിച്ചായിരിക്കും നമ്മുടെ ലയബിലിറ്റി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ 1/5 അല്ലെങ്കിൽ 20% എന്ന് പറയുന്നത്. അടുത്തത് സെക്ഷൻ 23 ആണ്. 23 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് 22 നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള റെസ്ട്രിക്ഷൻ പറഞ്ഞു. ഇനി ട്രാൻസ്ഫർ ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻ, അതായത് ഒരു ഷെയർ ഒരു മെമ്പർക്ക് അയാൾ പിരിഞ്ഞു അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇപ്പോൾ കുറച്ച് ഷെയർസ് വേറൊരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഈസ് വാലിഡ് ഓൺലി ഇഫ് ഷെയർ ഈസ് ഹെൽഡ് ഫോർ 3 years ആൻഡ് ഇറ്റ്സ് അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി. ഇപ്പോൾ ഒരു മെമ്പർക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് വേറൊരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ആ ഷെയർ വാങ്ങിയിട്ട് മിനിമം എന്ത് ചെയ്യണം, ഒരു 3 years എങ്കിലും അയാളുടെ കയ്യിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഷെയർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. അതും ആരുടെ അപ്രൂവലോട് കൂടി, കമ്മിറ്റിയുടെ അപ്രൂവലോട് കൂടി മാത്രമേ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് സെക്ഷൻ 23 പറയുന്നത്. ഈ സെക്ഷൻ 24 റെസ്ട്രിക്ഷൻ ഓൺ വിഡ്രോവൽ ഓഫ് ഷെയർസ്. നമുക്ക് ഷെയർ വിഡ്രോ ചെയ്യുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 24 പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഷെയർസ് ക്യാൻ ബി വിഡ്രോൺ ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മിനിമം 3 years അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ബൈലാ. സെക്ഷൻ 23 പറഞ്ഞ പോലെ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്, ഷെയർസ് ക്യാൻ ബി വിഡ്രോൺ ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മിനിമം 3 years. അതായത് 3 years എങ്കിലും അയാൾ ആ ഷെയർ ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്കത് വിഡ്രോ ചെയ്യണമെങ്കിലും സാധിക്കത്തുള്ളൂ. അല്ലാതെ ഷെയർ എടുത്ത് അല്ലെങ്കിൽ 1 yearനകത്തോ അല്ലെങ്കിൽ 1 monthനകത്തോ നമുക്കത് വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞാൽ സാധിക്കത്തില്ല. അതാണ് നമ്മുടെ ബൈലോയിൽ പറയുന്നതാണ്. അങ്ങനെ 3 years എങ്കിലും എന്ത് ചെയ്യണം, മിനിമം അത് ഹോൾഡ് ചെയ്യണം. അതാണ് സെക്ഷൻ 24 പറയുന്നത്. അടുത്ത സെക്ഷൻ 25 പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെത്ത് ഓഫ് എ മെമ്പർ. ഇപ്പോൾ ഒരു മെമ്പർ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയെന്ന് ചോദിച്ചാൽ, ഷെയർസ് വിൽ ഗോ ടു നോമിനി. അപ്പം അയാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു നോമിനി ഉണ്ടായിരിക്കുമല്ലോ, അയാൾക്കായിരിക്കും ആ ഷെയർസ് ആദ്യം പോവുക. അതല്ല നോമിനിയുടെ ആബ്സെൻസിൽ, നോമിനി ഇല്ല എന്നുണ്ടെങ്കിൽ അത് ലീഗൽ ഹയേഴ്സിനായിരിക്കും ആ ഷെയർസ് പോവുക. അതായത് ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഷെയർസ് എങ്ങനെയായിരിക്കും, ആദ്യം നോമിനിക്കായിരിക്കും സജസ്റ്റ് ചെയ്യുക. അതല്ല നോമിനിയുടെ ആബ്സെൻസിലാണെന്നുണ്ടെങ്കിൽ അത് ലീഗൽ ഹയേഴ്സിന് പോകും. ഇനി സെക്ഷൻ 26 പറയുന്നത് ലയബിലിറ്റി ഓഫ് ദ പാസ്റ്റ് മെമ്പർ ഓർ ദ എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ. അതായത് ഒരു പാസ്റ്റ് മെമ്പറിൻ്റെ ലയബിലിറ്റി എന്നാ തീരുന്നതെന്ന് ചോദിച്ചാൽ, അയാളുടെ മെമ്പർഷിപ്പ് എന്നാണോ തീരുന്നത് അപ്പോഴായിരിക്കും അയാളുടെ ലയബിലിറ്റി ക്ലോസ് ആവുന്നത്. ഇനി മരിച്ചു പോയ ഒരാളുടെ ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അതൊരു 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം അത്രയും നാളുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ആ ലയബിലിറ്റി ക്ലോസ് ആവത്തുള്ളൂ. ഇനി ഒരു കാര്യമുള്ളത്, 2 years എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനകത്ത് ആ സമയത്ത് തന്നെ ഈ സൊസൈറ്റിയുടെ ഒരു വൈൻഡിങ് അപ്പ് കേസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്നാണോ വൈൻഡിങ് അപ്പ് വരുന്നത് അതുവരെ എന്ത് ചെയ്യും, വീണ്ടും അത് ആ ലയബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യും. അതാണ് സെക്ഷൻ 26 നമുക്ക് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ 3 സെക്ഷൻസ്. അതായത് സെക്ഷൻ 16 മുതൽ സെക്ഷൻ 26 വരെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതൊന്ന്
പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ക്ലാസ്സുകൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്